എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതേ അടുപ്പിൻ്റെ മൂട്ടിൽ ഇതേ ആളിരിപ്പുണ്ട്. അപ്പോൾ അടുപ്പത്ത് നോക്കിയപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് മാത്രമല്ല നമ്മൾ കൂണ് കറി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നാടൻ കൂടാണ്. അതുപോലെ രാവിലെ കറിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി എടുക്കുമായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നല്ല കൂർക്കം വലിച്ചുറങ്ങുക. രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഇതേ ആളിതേ പൂച്ചക്കുട്ടിയാണ്. ആൾക്ക് തണുപ്പടിച്ചിട്ടാന്ന് തോന്നുന്നത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഓർക്കും പാവമില്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ മേലെ നിറച്ചഴുക്കാണ് കേട്ടോ. അത് കാരണം ഞാൻ നേരത്തെ താരത്തേക്കാക്കി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ആയിരുന്നു. ഇഡലിയും മുട്ടക്കറി കേട്ടോ. അതായിരുന്നു നാടനായിട്ട് നമ്മൾ അരച്ച് കൂട്ടിയിട്ടുള്ള ഒരു കറിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയി കേട്ടോ. മൂപ്പനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ട്രാവൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോളോ ഉണ്ടായിരുന്നു കേട്ടോ. കയ്യിൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. നമ്മളെല്ലാവരും കൂടി എടുത്ത് കഴിക്കുകയാണ്. പിന്നെ ബബിൾക്കും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മളതെല്ലാം കൂടി ഇരുന്ന് കഴിക്കുകയാണ്. കുഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ആൾ ഭയങ്കരമായിട്ട് ചില്ലടിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ വയനാട്ടിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. രാവിലെ ഫുഡ് കഴിച്ച് ഇറങ്ങിയതാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് വിശന്നപ്പോൾ നമ്മൾ എന്തായത് അവിടെ ഒരു കടയുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇറങ്ങി. അപ്പോഴാണ് അവിടെ നീരുറവ ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് വെള്ളം ശേഖരിച്ചു കേട്ടോ. കാരണം നമുക്ക് ഇടയ്ക്ക് പോണ വഴിക്ക് നമുക്ക് നല്ലതായിട്ട് ദാഹിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു. ഇത് നോൺ സ്റ്റോപ്പാണ്. ഇത് അടപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇത് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ടായി. ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തു, ഏട്ടാ നല്ല തണുപ്പുണ്ടല്ലേ വെച്ചപ്പോൾ ഏട്ടതേ മുഖമൊക്കെ കഴുകി അങ്ങനെയാണ് നീറ്റായി. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഇത് അനിയൻകുട്ടനാണെങ്കിൽ ഇതുപോലെ കളികളാണ്. ഇതിപ്പോൾ പല്ലുമ്മ കുത്താൻ വെച്ചിരുന്ന കോല് വെച്ചിട്ട് ആൾ ABCD കളിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. നല്ല നെല്ലിക്കയാണ്. അത് അമ്മൂസ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചായയും പിന്നെ എന്താ കുറച്ച് കടിയൊക്കെ ഉണ്ടായിരുന്നു. ബജ്ജിയും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ അമ്മൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത്. ഞാനത് കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ട്. അതേപോലെ തന്നെ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മുട്ട ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടനിങ്ങനെ ഓരോന്നിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കഴിക്കാനുള്ളത് നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ണന് വേണ്ടിയിട്ട് മുട്ട പൊളിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സമൂസ ആയിരുന്നു. എനിക്ക് സമൂസ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ സമൂസ കഴിക്കണം ഗൈസ്. നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കഴിക്കണത്. ഇതിപ്പോൾ കാടമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരു സാധനം എല്ലാവരും കൂടി ഒരുമിച്ചാണ് കഴിക്കണത്. പിന്നെ അതേ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല കടുപ്പത്തിലുള്ള ചായ. കുഞ്ഞിന് പാലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ. അമ്മൂസ് ചായ ഒന്നും കുടിക്കില്ല, അതാണ് ഓക്കില്ല. ഞങ്ങളിതേ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ നിറച്ചും കുരങ്ങന്മാരും. ഇത് വ്യൂ പോയിന്റിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കുരങ്ങന്മാരൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവിടെ പോയി നിൽക്കും കേട്ടോ. അതൊക്കെ കാഴ്ചയെല്ലാം കണ്ട് ഞങ്ങളിപ്പോൾ നേരെ ചുരം ഇറങ്ങാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന കാഴ്ചകളൊക്കെ മനോഹരമാണ്. നമ്മൾ എപ്പോഴും വരാറില്ലെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരുമ്പോൾ കിട്ടുന്ന ഒരു വൈബില്ലേ, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു വയനാട്ടിലെ ഏറ്റവും വലിയ ഭംഗി. ചുരം കയറുന്നത് തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ലായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ കാറ് പാർക്ക് ചെയ്തിട്ടുള്ള കാരണം അവിടെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയി. പിന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് കാണുമ്പോൾ ഇറങ്ങാതെ വെച്ചിട്ട് അതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു സ്ഥലം കിട്ടി. ഞങ്ങളവിടെ ഇറങ്ങിയിട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞു. ഞങ്ങളിതേ വയനാട്ടിലെ ബോർഡർ കിടക്കാറായി കേട്ടോ. അതായത് ഞങ്ങൾ റിട്ടേൺ പോകുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. വന്നതിന് വീണ്ടും നന്ദി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ചു പാട്ട് പാടി കളിക്കാമെന്ന്. അങ്ങനെ ഓരോരുത്തരും അക്ഷരം പറഞ്ഞ് പാട്ട് പാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞു എടി ഒരെണ്ണം നമുക്ക് ഇതിന് വേണമെങ്കിൽ എടുക്കണ്ടേ. ആലോചിക്കൂ
ഒന്ന് കാണാഞ്ഞിട്ടൊരു നാളുണ്ട് ഞാനൊരു വണ്ടായി ചമഞ്ഞീനടി ചിരിച്ചുള്ളും ആ റോസപ്പ് കൊണ്ടുപോവാ ചീപ്പുണ്ട് നക്കുമോ ജനവാദിന്റെ 1 2 3 4 5 തോട്ടം നിന്റെ കണ്ണില് ഉരുണ്ട് പോലൊരു ഉരുണ്ട് കേട്ടം എന്നോ ചായപ്പൊടി കാപ്പിപ്പൊടി നീ വാങ്ങണം അമ്മ കൊടുത്ത ചായ കുടിക്കാത്തവരുടെ ചായ പഠിക്കുന്ന സമയത്ത് വയനാട് ചായപ്പൊടി മേടിച്ച് ചായ കുടിക്കാൻ പിന്നെ ചായ അതെ അത് ടേസ്റ്റ് ഇഷ്ടമായില്ല അമ്മു ചായ കുടിക്കാത്തതിന്റെ ചരിത്രമാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. വയനാട് ചായ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിത് ഇടയ്ക്ക് വെച്ചിട്ട് കണ്ടതാണ്. ഇതിപ്പോൾ റീൽസിലൊക്കെ കാണാറുണ്ട് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുന്നത്. പക്ഷേ നമുക്കത് കയറിയില്ല, കാരണം നല്ല ഫീസ് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിനാണ്, കാരണം നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി അറിയില്ല, ചേർത്ത് വെച്ചോളാം. ചിലമ്പൊലിക്കാറ്റ് വേണ്ട, അച്ഛനും കൂടി പണി നോക്കി. ചന്ദ്രകാന്തം കൊണ്ടു 4 കെട്ട് അതിൽ ചന്ദന പിടിച്ചിട്ടില്ലേ കവറിലിട്ട് ചേച്ചി. എത്ര വേണം എടി? നിങ്ങക്ക് എന്താ വേണ്ടടി? നെല്ലിക്ക മതി. ശ്രീകുട്ടിക്ക 3 നെല്ലിക്ക. പിന്നെ മാങ്ങ എത്ര ഇട്ടുണ്ട്? മാങ്ങ രസമില്ലാവൂല. ഏതാ രസമുള്ളത്? അടുത്ത കറുത്ത സാമ്പിളൊക്കെ എന്താ റേറ്റ്? 2 പേരക്കില്ല. പട്ടാളം പായിക്കോട്ടെ പച്ച പാടേ പാടിക്കാ. എന്തത്തെ പുന്നാര പൂമുത്ത് പൂങ്കരളേ ഞാൻ ആലോചിക്കുന്നുണ്ടാ.
മ്യൂസിക് തുടക്കം പറഞ്ഞേ, പാട്ടിലേക്ക് വരട്ടെ മതി. അമ്മ ഓർക്കിട്ടില്ലേ നമ്മള് പറഞ്ഞട്ടാ. നിക്ക് എന്റെ ഒരു നേരത്തെ ഇങ്ങോട്ട് ആ പറഞ്ഞപ്പോ ഒരു പാട്ടുണ്ട്, പാട്ട് പോയി. കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരാണേ ഒന്നും നൂഞ്ഞലാടും ചെല്ലപ്പെങ്കില് നീ ഗോപാലനെ എന്നെ തെപ്പിക്കുമ്പോ പാടടിയേ അത് വീട്ടാണ് ടിങ്കിരി 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 പട്ടാളം ടുമുക്ക് 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 പട്ടാളം കോഴിക്കുഞ്ഞിനെ കൂടെ കഴിക്കണ കുറക്കെ പട്ടാളം പട്ടാളം ലാ വെച്ചിട്ട് എന്ത് പാട്ടിടേ ഇടയ്ക്ക് വെച്ചിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ മിച്ചറും ചായയായിരുന്നു കേട്ടോ. പാൽ ചായയും കൂട്ടിയിട്ട് ചായ കുടിച്ചു. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതൊന്നും സാരമാക്കില്ല. കാരണം ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ നൈറ്റ് നമുക്ക് ബീച്ചിൽ പോവാമെന്ന്. ബീച്ചിൽ പോയി കുറേ റീൽസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കുമല്ലോ. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ കേട്ടോ. ഞാനും കുഞ്ഞും ബേബീസൊക്കെ ആയിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ റീൽസും കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ, സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയാൽ മതിയാവും. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ഇതൊക്കെ കഴിക്കുകയാണ്. പിന്നെ നല്ലൊരു വൈബായിരുന്നു. വയനാട്ടൊക്കെ വെച്ച് ട്രിപ്പ് അടിച്ച് പൊളിച്ച് വന്നു. പിന്നെ ബീച്ചിൽ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് ഞങ്ങളുടെ റിഹേഴ്സലാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോസാണ് റീൽസായിട്ട് ഇട്ടിരിക്കുന്നത്. അടിപൊളി വൈബായിരുന്നു. ഇത് ക്രിസ്മസിൻ്റെ ഡേയിലെടുത്ത വീഡിയോസാണ്. അത് ആ സമയത്തൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ കുറച്ചായി നമ്മളെ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഫോളോവേഴ്സും വീഡിയോസൊക്കെ സപ്പോർട്ടൊക്കെ ഭയങ്കര കുറവാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ടാക്കുക. ആൻഡ് ഇഷ്ടമാവുകയാണെങ്കിൽ നല്ല കണ്ടൻറ്റും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.